നിങ്ങളിപ്പോൾ സ്ഥിരമായി ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാംസ് പാസ്സാവാറുണ്ട്, പക്ഷെ മെയിൻസിന് തോക്കാറുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തരുന്നത്. കാര്യം മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു ചിന്താഗതിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചുമാണ് വേണ്ടത്. കാര്യം ഞാൻ എഴുതിയിട്ടുള്ള മെയിൻസ് എക്സാംസ് എനിക്ക് പാസ്സാവാൻ പറ്റിയിട്ടുണ്ട്, ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അതിന് മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രിലിംസിന് വേണ്ടി പഠിച്ചിട്ടേ ഇല്ല. ഞാൻ പഠിക്കുന്ന എപ്പോഴും മെയിൻസിന് വേണ്ടിയിട്ടായിരിക്കും. കാര്യം രണ്ടിലുള്ള സബ്ജക്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാം ഓവർലാപ്പിംഗ് ആണ്. പിന്നെ പ്രിലിംസിന് പഠിച്ച സമയം കളയുന്നത് എന്തിനാണ്? മെയിൻസിനെ പഠിക്കുമ്പോൾ നമ്മൾ പ്രിലിംസ് ഓട്ടോമാറ്റിക്കലി പാസ്സാവുകയും ചെയ്യും. പക്ഷെ അതല്ല, നിങ്ങൾ പ്രിലിംസിനെ പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ സാരമില്ല, ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എക്സാം പെർഫോമൻസും സ്റ്റഡീസും ഒക്കെ കൂടുതൽ നന്നാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബാച്ച് ആൻഡ് എൻക്വയറി പല വിദ്യാർത്ഥികളും നടത്തിയിരുന്നു. സോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിഗ്രി ലെവൽ ബാച്ചുകൾ, കാര്യം ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്, ഈ മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ ഒരു ഒറ്റ പരീക്ഷയ്ക്ക് മാത്രമായി തയ്യാറെടുക്കരുത്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന എല്ലാ പരീക്ഷകൾക്കും ഇന്റഗ്രേറ്റ് ചെയ്ത് വേണം തയ്യാറെടുക്കാൻ. കാര്യം ഇതൊരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ്. ഒരു പരീക്ഷ നമുക്ക് ഇൻ കേസ് ഒരു പ്രശ്നം പറ്റിയാൽ അടുത്ത പരീക്ഷ നമുക്ക് ഉണ്ട്. എന്റെ എക്സ്പീരിയൻസ് അതായിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഞാൻ കുത്തിയ ചില ചോദ്യങ്ങളൊക്കെ മാറിപ്പോയി. ഈ റാങ്ക് കുറച്ച് താഴേക്കായി വന്നപ്പോൾ എനിക്ക് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ ജയിലറിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടി അല്ലെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം, നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റഡി പ്ലാൻ, അതായത് മെയിൻസ് എക്സാംസിന് നിങ്ങൾ ഏതൊക്കെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അതിനൊക്കെ ഒരുമിച്ച് എങ്ങനെ പഠിക്കണം, പഴുതടച്ച് എന്നാൽ ഹെക്ടിക് ആവാത്ത രീതിയിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന 20ഓളം അധ്യാപകരും അടങ്ങുന്ന ഒരു അടിപൊളി ബാച്ചാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഡെമോ ബാച്ച് കണ്ട് ഡെമോ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. അത്ര സൂപ്പർ ക്ലാസ്സസ് ആണ്. ഓക്കെ, യെസ്, നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാവേ. നിങ്ങൾ എല്ലാവരും ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. നമ്മുടെ ഡിഗ്രി മെയിൻസ് ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ ഒന്ന് കണ്ടിരിക്കണം. കുറെ ടെക്നിക്സ് അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ചില ഗോൾഡൻ റൂൾസ് നിങ്ങൾ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് പിന്തുടരണം. ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രിലിംസ് പാസ്സാവാൻ ഉപയോഗിച്ച ആ ഒരു സ്ട്രാറ്റജി സ്റ്റൈൽ മെയിൻസിൽ ഉപയോഗിക്കരുത്. വിച്ച് മീൻസ് നിങ്ങളിപ്പോ പ്രിലിംസ് എങ്ങനെയാണ് നമ്മൾ പാസ്സാവുക? MEM സബ്ജക്റ്റിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ് 50 മാർക്ക് അവിടെ നടന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടും. പിന്നെ GK ടോപ്പിക്സ് ഒക്കെ നമ്മളിപ്പോൾ PYQ ഒക്കെ വെച്ചോണ്ടെങ്കിൽ കുറച്ച് ഉഴപ്പും. അപ്പം പ്രിലിംസ് പാസ്സാവാൻ എളുപ്പമാണ്, വലിയ പാടില്ല. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ ഈ സബ്ജക്റ്റിന്റെ ഒക്കെ വെയിറ്റേജ് കുറവാണ്. അതുകൊണ്ട് മെയിൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ MEM, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, റീസണിങ് അത് വിടരുതെന്നല്ല പറയുന്നത്. പക്ഷെ അതിനേക്കാൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവിടെയാണ്? സ്പെഷ്യൽ ടോപ്പിക്സിനും GKക്കുമാണ്. അതാണ് ഒന്നാമത്തെ ഗോൾഡൻ റൂൾ. അപ്പോൾ രണ്ട് ഡിഫറെന്റ് പരീക്ഷകളാണ്, നമ്മൾ സ്മാർട്ട് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാം. GKയും സ്പെഷ്യൽ ടോപ്പിക്സും സ്പെഷ്യൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പൊ ഞങ്ങളുടെ ബാച്ചുകൾ അങ്ങനെയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റ് ഏരിയാസും പ്രോപ്പർ ആയിട്ട് കവർ ആയി പൊക്കോണ്ടിരിക്കും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്നത്. മറ്റ് ഏരിയാസ് ഒക്കെ എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് ആര് നന്നായിട്ട് പഠിക്കുന്നോ ആ വ്യക്തിക്കായിരിക്കും കൂടുതൽ വിജയ സാധ്യത അല്ലെ. യെസ്, പിന്നീട് മെയിൻസിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു കാര്യം അതാ, കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കണം. ഇപ്പൊ പ്രിലിംസിൽ നമ്മളിപ്പോൾ 1850s റൂൾ പഠിക്കുന്നല്ലേ, കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ആഴത്തിൽ ഇറങ്ങി പഠിക്കണം. അതിനെപ്പറ്റി ഓരോ ചിന്തകന്മാർ പറഞ്ഞതിന്റെ ശരി തെറ്റുകൾ നമ്മൾ നോക്കണം അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാ പഠിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് പ്രിലിംസിന് വേണ്ടി പഠിച്ചു, കുഴപ്പമില്ല. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി പോകണം. കേസ് സ്റ്റഡീസ് പഠിക്കണം. അതിനെപ്പറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡി എന്താണ്, ഗോലക്നാഥ് കേസും ഫണ്ടമെന്റൽ റൈറ്റ് തമ്മിലുള്ള ബന്ധം, കേശവാനന്ദ ഭാരതി കേസ് എങ്ങനെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്, കുറെ കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡീപ്പായിട്ട്, അധികം ഡീപ്പ് എന്നല്ല പറയുന്നത്, പൊടിക്ക് ഒരു 5% കൂടെ ഡീപ്പായിട്ട് പഠിക്കുക. അതാണ് മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറച്ചും കൂടെ പ്രിലിംസിനേക്കാൾ ആഴത്തിലിറങ്ങിയുള്ള പഠനമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. പക്ഷെ ഞങ്ങളുടെ ബാച്ചുകൾ ഞങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്നറിയോ? ഞങ്ങൾ മെയിൻസ് അങ്ങ് പഠിപ്പിക്കുക കുട്ടികൾ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബാച്ചിലെ കുട്ടികൾ പ്രിലിംസ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു റീസൺ അതാ. കാര്യം പ്രിലിംസിനെ മാത്രമായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു 10 മണിക്കൂർ വേണമെന്നിരിക്കട്ടെ, മെയിൻസും കൂടെ ചേർത്ത് പഠിക്കാൻ 11-12 മണിക്കൂർ മതി. ഒരു 20% എഫർട്ട് എക്സ്ട്രാ ഇട്ടാൽ മതി. അപ്പൊ ഞങ്ങളുടെ ബാച്ച് ഒക്കെ ആ രീതിയിൽ റൺ ചെയ്യുന്നത് പ്രിലിംസ് എന്തായാലും പിള്ളേരെ ആക്കിയും നേരത്തെ പഠിച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ മെയിൻസും അവർ നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളായിട്ട് നമുക്ക് ഇത്ര റിസൾട്ട് വരുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഈ ഒരു സീക്വൻസ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ അതിലേക്ക് പിന്നെ വരാം. അപ്പൊ ഇവിടെ ഡീപ്പായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ്, എത്രത്തോളം ഡീപ്പായിട്ടാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. പക്ഷെ ഇതിന്റെ കൂടെ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അല്ലെ, ഡീപ്പായിട്ട് പഠിക്കുക, അത് ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക. എലിമിനേഷൻ ടെക്നിക്സ് നമുക്ക് എങ്ങനെയാണ് കറക്കി കുത്താൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പം കഴിഞ്ഞ ഡിഗ്രി മെയിൻസിലെ ഒരു കടുകട്ടി ചോദ്യമാണ് അല്ലെ. ആർട്ടിക്കിൾ 345 ഒന്നും എല്ലാവരും ഒന്നും പഠിക്കുന്നതല്ല, പക്ഷെ നമ്മൾ ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ ഇതിനെ പറ്റിയൊരു ചോദ്യമാണ് വന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത് നോക്കിയാലോ. ആദ്യമേ
കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെന്ന് വട്ടമിട്ട് വെക്കണം അല്ലെ, അല്ലെങ്കിൽ കുത്തുമ മാറിപ്പോകും. എനിക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ പറ്റിയതാ, നല്ല മാർക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ കുത്തിയത് മാറിപ്പോയി, ഇത് വട്ടമിട്ട് വെച്ചില്ല. അപ്പൊ ഞാൻ എന്റെ മിസ്റ്റേക്സ് നിന്നും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, മനസ്സിലായല്ലോ. സോ ആർട്ടിക്കിൾ 345 ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ആർട്ടിക്കിൾ 345 ഇത് ഇറ്റ് എംപവേഴ്സ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, സംസ്ഥാന നിയമസഭകൾക്ക് ഹിന്ദിയെ അതിന്റെ ഒഫീഷ്യൽ ഭാഷയാക്കി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ ആർട്ടിക്കിൾ 345 സഹായിക്കുമെന്ന് പറയുന്നത്. ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയത്തില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോയേ. ആർട്ടിക്കിൾ 345 ഇറ്റ് എംപവേഴ്സ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ടു അഡോപ്റ്റ് എനി വൺ ഓർ മോർ ലാംഗ്വേജ് യൂസ് ഇൻ ദ സ്റ്റേറ്റ് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. അതായത് ആ സംസ്ഥാനത്തിനുള്ളിലുള്ളതോ ആയിട്ടുള്ള ഒന്നോ അതിലധികമോ ഭാഷകൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ആ സംസ്ഥാനത്തിലെ നിയമസഭയ്ക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല. അടുത്തത് ആർട്ടിക്കിൾ 345 ഇറ്റ് ബാർസ് ഡിക്ലെയറിംഗ് വൺ ഓർ മോർ ലാംഗ്വേജ് ഇൻ യൂസ് ഇൻ എ സ്റ്റേറ്റ് ഇൻ അഡീഷൻ ടു ഹിന്ദി ആസ് എ സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ്. അതായത് ഒരു സംസ്ഥാനത്ത് ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെങ്കിൽ അതിന് മുകളിൽ വേറൊരു ഒഫീഷ്യൽ ലാംഗ്വേജിനെ അപ്പോയിന്റ് ചെയ്യാൻ, ഒരു ഒഫീഷ്യൽ ലാംഗ്വേജിനെ ചൂസ് ചെയ്യാൻ ആ സംസ്ഥാനത്ത് അവകാശം കാണത്തില്ലെന്നാണ് പറയുന്നത്. ഇത് എവിടുത്തെ ന്യായം എന്ന് ആലോചിക്കുക. നാളെ ഹിന്ദി കേരളത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മലയാളം പുറത്തു പോകും, മലയാളം യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷ് ആണ്. അപ്പം ഒരു സംസ്ഥാനത്ത് ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ വേറൊരു ഭാഷയും നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല. ആ സ്റ്റേറ്റിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലാംഗ്വേജിനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റിന്റെ ഉള്ളിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാമല്ലോ. ഇത് കോമൺ സെൻസ് നിൽക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷിനെ കൊണ്ടുവരാൻ സ്റ്റേറ്റിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷിനെ കൊണ്ടുവരാൻ പറ്റുന്ന സി പറയുന്നത്. സി എയും ബിയും അല്ലെങ്കിൽ ഡിയും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കല്ലുകടിയില്ല, ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല, ഡേറ്റ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ സി വായിക്കുമ്പോൾ കോമൺ സെൻസിന് വിരുദ്ധമായിട്ടൊരു കാര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ അനലിറ്റിക്കലായിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ സി ഇൻകറക്റ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പൊ അതിന്റെ ഉത്തരം സി ആണ്. അപ്പൊ കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ. കോമൺ സെൻസ് ഉപയോഗിച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഉപയോഗിച്ച് ചിന്തിക്കാം. ഞാൻ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരട്ടെ. ഇത് മറ്റൊരു PSC ചോദ്യമാണ്. കേരളം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഹെൽത്ത്, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഭയങ്കര വലിയ അച്ചീവ്മെന്റ് നടത്തി, ഭയങ്കര പെർഫോമൻസ് ആ കേരളത്തിന്. അതിന്റെ റീസൺ ഏത് സ്കീമാണെന്ന ചോദ്യം. കേരളമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്താ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വേണ്ട. ഹെൽത്തിന്റെ കാര്യത്തിൽ കേരളം എന്തോ വലിയ പെർഫോമൻസ് നടത്തി, എന്താണെന്നാണ് ചോദ്യം. ജനനി സുരക്ഷാ യോജന, ഹിന്ദി പേരാണ്, കേൾക്കുമെന്ന് പറയാം. കേരളത്തിന്റെ സ്കീമല്ല, കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ്. കുടുംബശ്രീ ലെഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവൈലൻസ്, ഹെൽത്ത് എന്ന് ഇവിടെയുണ്ട്, ഇവിടെ ഹെൽത്ത് എന്നുണ്ട്. ഓക്കെ, അത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ദേശീയ റൂറൽ ഹെൽത്ത് മിഷൻ. ഇത് നേഷണൽ പ്രോഗ്രാം അല്ല. ഇവിടെ കേരളം എങ്ങനെയാണ് അച്ചീവ് ചെയ്തെന്ന് ചോദിക്കുന്നത്. ഇതും നാഷണൽ പ്രോഗ്രാം, ഇതും നാഷണൽ പ്രോഗ്രാം. നാഷണൽ പ്രോഗ്രാമിന് എല്ലാവരും ഒരുമിച്ച് അച്ചീവ് ചെയ്യണ്ടേ. ഒരു ഡി, കൺസ്ട്രക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് ലെവൽ ട്രോമ സെന്റേഴ്സ്, വരാതിരിക്കാം. ഈ കൂട്ടത്തില് കോമൺ സെൻസ് വെച്ചിട്ട് ഹെൽത്ത് മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നിങ്ങൾ ചുറ്റും നോക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഹെൽത്തിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടന്നതാ? കുടുംബശ്രീ ആണോ അതോ ഡിസ്ട്രിക്ട് ലെവൽ ട്രോമ സെന്റേഴ്സ് ആണോ? നിങ്ങൾ കീവേഡ് മാച്ച് ചെയ്തേ, ഹെൽത്ത് കണ്ടോ, ബി. ബാക്കി എയും സിയും ഒക്കെ നാഷണൽ ലെവൽ പ്രോഗ്രാംസ്. ഇവിടെ സ്റ്റേറ്റ് കേരളം എങ്ങനെയാണ് പെർഫോം ചെയ്തത്, ഇപ്പൊ കേരളത്തിന്റെ പെർഫോമൻസ് സഹായിച്ച എന്താണെന്നാ ചോദ്യം. അപ്പൊ അത് കേരള സ്പെസിഫിക് ആയിരിക്കണം. അപ്പം കീവേഡുകൾ മാച്ച് ആയപ്പോ സെറ്റ് ബി ആയി, ബി അല്ലേ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ തലച്ചോറിനെ ട്യൂൺ ചെയ്യിക്കണം. ഇങ്ങനെ പഠിച്ചത് മാത്രമേ പോയി അറ്റൻഡ് ചെയ്യുന്നുള്ള വാശി മെയിൻസിന് പാടില്ല. പ്രിലിംസ് ഓക്കെ, നമുക്ക് ജസ്റ്റ് പാസ്സായാൽ മതി, പഠിച്ചത് മാത്രം അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു പക്ഷേ പ്രിലിംസ് ചാടിക്കടന്നേക്കാം. പക്ഷെ മെയിൻസ് അങ്ങനെ നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ വന്നാൽ പോലും നമ്മൾ തന്ത്രപരമായിട്ട് ഈ ചോദ്യം ഇട്ട ആളുടെ ഉദ്ദേശവും നിങ്ങളുടെ കോമൺ സെൻസ് അളക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കോമൺ സെൻസ് അളക്കാൻ ചോദ്യകർത്താവ് ഉപയോഗിച്ച മറ്റൊരു ചോദ്യം ഞാൻ കാണിച്ചു തരട്ടെ, ഒന്ന് നോക്കിയേ. കേരളത്തിലെ പോവർട്ടി ഇറാഡിക്കേഷൻ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് സിമിലർ ചോദ്യമാണ് അല്ലേ. പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കീം ഏതാണെന്ന് ചോദിക്കുന്നത്. സ്റ്റാർട്ടപ്പ് മിഷൻ, അത് സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനെയാണ് നമുക്കറിയാം. എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ, കീവേഡ് മാച്ച് ചെയ്തേ, പോവർട്ടി ഇറാഡിക്കേഷൻ കണ്ടോ. വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ്, ഇതിനകത്ത് പോവർട്ടിയെ പറ്റി പറയുന്നില്ലല്ലോ. കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക്, വൈഫൈയുടെ കാര്യം, ഇതും പോവർട്ടിയായിട്ട് എന്താ ബന്ധം? എടാ നീ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ത്രൂ കോമൺ സെൻസ് അല്ലേ. അപ്പൊ ഇത് വരുമ്പോൾ BL ഇതിന് ഉത്തരമാവുള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്. ഇൻ കേസ് നമുക്ക് ഒരു ചോദ്യം അറിയില്ലെങ്കിൽ പോലും അതിന്റെ ഉത്തരത്തിലേക്ക് എത്തണം. അപ്പൊ ഇതിന്റെ ഒരു ഇന്റൻസീവ് കോച്ചിങ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയാണെങ്കിലും ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചുകൾ വഴി നിങ്ങൾക്ക് കിട്ടാം. ആഴത്തിൽ പഠിപ്പിക്കും, ആഴത്തിൽ ഓരോ ടോപ്പിക്കും പഠിപ്പിക്കുന്നതോടൊപ്പം സ്മാർട്ട് വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ മെയിൻസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറന്നുകൂടാത്ത കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മെയിൻസ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവിന്റെ മാത്രം ഒരു പരീക്ഷയല്ല. നിങ്ങൾ അറിവ് അളക്കുന്നുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. അറിവിനേക്കാൾ ഉപരി നിങ്ങളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വമാണ് അവർ അളക്കുന്നത്. പേഴ്സണാലിറ്റി അല്ലേ. കാര്യം നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിവുണ്ടോ,
ടൈം മാനേജ്മെന്റ് ചെയ്യാൻ കഴിവുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന രീതിയിലാണ് ചോദ്യപേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 1.5 മണിക്കൂർ സമയങ്ങൾ 100 ചോദ്യങ്ങൾ, അത് ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഒരു പരസ്പരം ബന്ധമില്ലാത്ത സബ്ജക്റ്റുകളാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സ്. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ കൂടെ ടെസ്റ്റ് ആണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതനുസരിച്ചുള്ള പേഴ്സൺ ആയിട്ട് മാറി തുടങ്ങും. അതിന് ഗുണം നമുക്ക് വരാൻ വന്ന ഇന്റർവ്യൂ ഘട്ടത്തിൽ ഈ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് ടോപ്പ് മാർക്ക് ഇന്റർവ്യൂ അടിക്കാൻ പറ്റും. അപ്പോൾ കുറെ കൂടെ പവർഫുൾ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക അല്ലെ. ഇത് നിങ്ങളുടെ ഒരു അവസാനത്തെ ചാൻസ് ആണ്. ഇനി നിങ്ങൾക്ക് ഒരു അവസരമില്ല. ഇനി നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് പഠിക്കാനോ PSC പഠിക്കാൻ അവസരമില്ല. നിങ്ങളുടെ അവസാനത്തെ അവസരമാണെന്നുള്ള ഒരു മെന്റാലിറ്റി പഠിക്കുമ്പോണ്ടല്ലോ നമുക്കൊരു സർവൈവൽ കാര്യമായിട്ട് മനസ്സിലാവുകയും നമ്മൾ അതിനു വേണ്ടി കൂടുതൽ തീവ്രമായി പരിശീലിക്കുകയും ചെയ്യും. ഇത് പോയാലും അടുത്ത PSC പരീക്ഷ നോക്കാമെന്ന് വിചാരിക്കണം. ഇനി PSC പരീക്ഷ ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചോ. ഇനി PSC പരീക്ഷ വരാനില്ല, ഒരു പരീക്ഷ വരല്ല, എന്റെ ജീവിതത്തിൽ അവസാനത്തെ അവസരമാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ ആണല്ലോ. ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡി ആയി കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. റെഡി ആയി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ അത് അഫേം ചെയ്യാം. നിങ്ങൾ റെഡിയാണ് എന്ന് പറയാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. മോട്ടിവേഷൻ ആയിട്ടും ഡീപ്പ് ക്ലാസ്സസും ആയിട്ടും സ്മാർട്ട് വർക്ക് സ്ട്രാറ്റജി ആയിട്ടും ഒക്കെ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് തരാൻ ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒരു കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.